വൈക്കം പൂത്തോട്ട ശ്രീനാരായണ ഗ്രന്ഥശാല നാടക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള നാടകോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. ബഹുസ്വര ഗ്രാമോത്സവം എന്ന പേരിൽ ഡിസംബർ 27 മുതൽ 31 വരെയാണ് നാടകോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. നാടക കൂട്ടായ്മ സെക്രട്ടറിയും നാടക പ്രവർത്തകനുമായ രംഗനാഥൻ ചേരും. ശ്രീനാരായണ ഗ്രന്ഥശാല നാടക കൂട്ടായ്മ ഗ്രന്ഥശാല എന്ന ഒരു 10-85 വർഷമായിട്ട് പൂത്തോട്ട പുത്തൻകാവ് കേന്ദ്രീകരിച്ച് വിളമ്പൂർ പഞ്ചായത്തിൽ എന്നല്ല എറണാകുളം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥശാലയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ കലാപ്രവർത്തനങ്ങൾ, കൂട്ടായ്മകൾ, വലിയ വലിയ കവിത എഴുതുന്നവരുടെ സംഗമം, പാട്ട് പാടുന്നവരുടെ സംഗമം, അങ്ങനെ വിവിധ അതുപോലെ കോച്ചിങ് ക്ലാസ്സുകൾ, കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കുള്ള ക്ലാസ്സുകൾ, അങ്ങനെ വിവിധ പരിപാടികളുണ്ട്. വനിതാ കൂട്ടായ്മയുണ്ട്. ഇതിന്റെ ഒക്കെ ഒപ്പം തന്നെ വലിയൊരു നാടക കൂട്ടായ്മ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ നാടക കൂട്ടായ്മയുടെ ഒരു സ്വപ്നവും സാക്ഷാത്കാരവുമാണ് ബഹുസ്വര ഗ്രാമോത്സവം. അതൊരു വലിയ ഗ്രാമോത്സവമാക്കി നടത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഗ്രാമോത്സവത്തിന്റെ ഒരു ശ്രമം നടത്തി. അപ്പോ വിപുലമായ നാടക കൂട്ടായ്മയുടെ ഒരു സ്വപ്നമാണ് അത് സംഭവിക്കുന്നത്. സാക്ഷാത്കാരമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വിവിധ ചിന്താഗതിക്കാരായിട്ടുള്ള, വ്യത്യസ്തമായ ചിന്താഗതിക്കാരായിട്ടുള്ള പലരെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്തു. എല്ലാവരും അതിനകത്ത് സഹകരിക്കുന്നു. ഗ്രന്ഥശാലയുടെ പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ, വായനക്കാരുടെ പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ എല്ലാവരും സഹകരിക്കുന്നു. വിവിധ ആളുകൾ, വാസ്തവപരമായിട്ടുള്ള ആളുകൾ, വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനത്തിലുള്ള ആളുകൾ, അതുപോലെ സാമുദായിക സംഘടനകളുടെ പ്രവർത്തനത്തിലുള്ള ആളുകൾ, എല്ലാ ആളുകളും അതിനകത്ത് സഹകരിക്കുന്നു. വ്യവസായികൾ, പിന്നെ വ്യാപാരി വ്യവസായത്തിന്റെ ആളുകൾ, എല്ലാവരും അതിനകത്ത് കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നു, സഹകരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ പരിപാടി നമ്മൾ ബഹുസ്വര ആരംഭിക്കുന്നതിന് കഴിഞ്ഞ ഡിസംബറിലാണ് ആരംഭിക്കുന്നത്. ബഹുസ്വര ശ്രീനാരായണ ഗ്രന്ഥശാല നാടക കൂട്ടായ്മ ബഹുസ്വര എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് വന്നത് തന്നെ അതിനുവേണ്ട ലോഗോ തന്നെ നമ്മൾ മത്സരമാണ് ക്ഷണിക്കുക. ബഹുസ്വര എന്നുള്ള പേര് തന്നെ നമ്മൾ അതിന്റെ ഒരു കോമ്പറ്റീഷൻ ക്ഷണിക്കുന്നത്. ആളുകളിൽ നിന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായാലും നമ്മളൊരു ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു പേര് വേണം എന്ന് നമ്മൾ നോട്ടിഫിക്കേഷൻ നടത്തി. അതിൽ തന്നെ 160ഓളം പേരുകളാണ് നിർദ്ദേശിക്കപ്പെട്ടത്. അതിൽ നമ്മൾ ജഡ്ജ്മെന്റ് നടത്തിയാണ് ബഹുസ്വര എന്ന് പറയുന്ന ഈ ഒരു പേരിലേക്ക് എത്തിയത്. ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ സമാപനമായിട്ടാണ് ഈ ഡിസംബർ മാസം 27 മുതൽ 31 വരെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവം നടത്താൻ പോവുകയാണ്. നാടകിന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട്. നാടകം എന്ന് പറയുന്ന നാടക പ്രവർത്തകരുടെ സംഘടനയുണ്ട്. നാടകിന്റെ പ്രവർത്തകർ അവർ പറഞ്ഞത് ഞങ്ങളൊരു പ്രചരണത്തിന് വേണ്ടി ഞങ്ങൾ വരാം, ഞങ്ങൾ പാട്ടും എഴുത്തും എന്നുള്ള മതിലെഴുത്തും പാട്ടും എന്നുള്ള പരിപാടി തന്നെ സംഘടിപ്പിച്ചു അവർ പ്രത്യേകം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. മതിലെഴുത്തും പാട്ടും എന്ന് പറയുന്ന പരിപാടി, മതിലിനെ കുറിച്ചുള്ള പ്രചരണത്തിന് വേണ്ടി ബഹുസ്വരയുടെ നാടകോത്സവം, ഗ്രന്ഥശാലയുടെ നാടകോത്സവം എന്നൊക്കെ പറയുന്നത് ആ മതിലെഴുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ ഈ നാടൻപാട്ട് പ്രചരണ പരിപാടി, നാടൻപാട്ട് അവിടെ നടത്തി നല്ല പിന്തുണ, നല്ലൊരു ശ്രദ്ധേയമായ ഒരു പ്രചരണ പരിപാടിയായിരുന്നു അത്. അതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ നമ്മൾ നടത്താൻ പോകുന്ന നാടകത്തെ കുറിച്ച് ചോദിച്ചു. ഈ നാടകത്തെ കുറിച്ച് ഇപ്പൊ തോറ്റവരുടെ യുദ്ധങ്ങൾ, ആദ്യത്തെ നാടകം ഡിസംബർ മാസം 27 തീയതി നടക്കുന്ന തോറ്റവരുടെ യുദ്ധങ്ങൾ. ഇത് പിന്നെ ഇടുക്കി ദർശന ഘട്ടത്തിന ആണ് അവതരിപ്പിക്കുന്നത്. EJ ജോസഫാണ് അതിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. രാജു എന്ന് പറയുന്ന പ്രശസ്തനായ നാടക സംവിധായകൻ ആണ് അതിന്റെ ഡയറക്ഷൻ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസംബർ 28 തീയതി ശുദ്ധമതളം എന്ന് പറയുന്ന നാടകം, രാജേഷ് ശർമ്മ, അമൽ രാജ് എന്നീ 2 സിനിമാ സ്റ്റാറുകൾ ആണ് ആ നാടകം അരങ്ങിലെത്തിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷങ്ങളായിട്ട് അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകമാണ് ശുദ്ധമതളം. അപ്പോൾ അത് 28 തീയതി ശനിയാഴ്ച നടക്കും. പിന്നെ അതുപോലെ തന്നെ അഖില കേരള നാടക മത്സരത്തിൽ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും തൃപ്പൂണിത്തുറ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് മത്സരം നടത്തിയതിൽ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും നേടിയ കായൽ കഹാനി ശ്രുതി ആർട്സ് എരമല്ലൂരാണ് അത് അവതരിപ്പിക്കുന്നത്. അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് വിപിൻ വേലായി. അതുപോലെ തന്നെ കൂവാകം, അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് ഉണ്ണി പൂണിത്രയാണ്. അതിന്റെ ശാന്തകുമാറാണ് ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് അതിലെ നാടക മത്സരത്തിൽ 2ാം സ്ഥാനം 3ാം സ്ഥാനം നേടിയ തൃപ്പൂണിത്തുറ 3ാം സ്ഥാനം 2-3 സ്ഥാനങ്ങൾ നേടിയ നാടകങ്ങളാണ്.